നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 32. അറിവതു ധർമ്മിയല്ല, ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധരമുതലായവയൊന്നുമില്ല, താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം. സാധാരണഗതിയിൽ അറിവെന്ന് നാം പറഞ്ഞു പോരാറുള്ളതിനെ ആണ് വേദാന്തത്തിൽ അജ്ഞാനം എന്ന് പറയുന്നത്. നാം വസ്തുക്കളെയും സംഭവങ്ങളെയും കാണുന്നു. അവ കാലദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അറിയപ്പെടുന്നതിനെല്ലാം പേരുണ്ട്, രൂപമുണ്ട്. നാമും അതിലൊന്നായിരുന്നു കൊണ്ട് ചുറ്റുമുള്ളതിനോടെല്ലാം നമ്മുടെ പ്രതികരണം കാട്ടുന്നു. ചിലപ്പോൾ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട്, അതുമല്ലെങ്കിൽ മനസ്സുകൊണ്ട്. മനസ്സ് വെറുതെ ഇരിക്കുന്നില്ല, ഓരോന്നോർക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, സംശയിക്കുന്നു, ഭയപ്പെടുന്നു, ആഹ്ലാദിക്കുന്നു, ദുഃഖിക്കുന്നു. ഇതെല്ലാം ജന്തുധർമ്മങ്ങൾ എന്നു പറയാം. ആ മാതിരി അനുഭവങ്ങളെ അഖണ്ഡമായ ആത്മബോധമായി എണ്ണിക്കൂട. ആത്മാവിൻ്റെ അഖണ്ഡവും അദ്വയവുമായ സ്വരൂപത്തെ മാത്രമേ പരമാർത്ഥമായ അറിവായി എണ്ണാൻ പാടുള്ളൂ. പേരുകളെല്ലാം നാം മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞെന്നിരിക്കട്ടെ, അതുപോലെ രൂപങ്ങളെയും മനസ്സിൽ നിന്നും വിട്ടുകളയുക. ഇന്നിടത്ത്, ഇന്ന കാലത്ത് എന്നുള്ളതും ഉപേക്ഷിക്കുക. ഒരു കർമ്മത്തോടും സംബന്ധിക്കാതിരിക്കുക. ഞാൻ, എൻ്റെത്, അന്യം എന്നീ അഭിമാനങ്ങളും വെടിയുക. ഇത് കാര്യം, ഇത് കാരണം എന്നിങ്ങനെയുള്ള നിരൂപണം വേണ്ടെന്ന് വയ്ക്കുക. ഈ മനസ്സ് എപ്പോഴും അറിവിനെ ശിഥിലീകരിക്കുന്നു. അതുകൊണ്ട് ദുഷ്കരമാണെന്നിരിക്കലും മനസ്സിനെയും വെടിയുക. പിന്നീട് എന്ത് ശേഷിക്കുന്നു? അറിവ്. സ്വയം സിദ്ധവും പ്രകാശാത്മവുമായ അറിവ് എന്നും അനിഷേധ്യമായി പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. നിരുപാധികമായ അറിവിന് സീമയില്ല. അതുകൊണ്ട് ഇവിടെയെന്നോ അവിടെയെന്നോ നിർദ്ദേശിക്കാവുന്നതല്ല. മുമ്പേ ഉള്ളതെന്നോ ഇനി വരാൻ പോകുന്നതെന്നോ നിഗമനം ചെയ്യാനാവുന്നതല്ല. ഇത് ആത്മാ, ഇത് അനാത്മാ എന്നുള്ള വേർതിരിവ് ആത്യന്തികമായ അറിവിലില്ല. അറിവിൻ്റെ സ്വയം പ്രകാശത സ്വതസിദ്ധമാണ്, അതിൻ്റെ തന്നെ സ്വഭാവമാണ്. അത് പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. അറിവ് അറിവായിരിക്കുന്നതു തന്നെയാണ് ധ്യാനം. അല്ലാതെ ഞാനിതാ ശരീരത്തെ അടക്കി വയ്ക്കുന്നു, പ്രാണനെ യമനം ചെയ്യുന്നു, ആധാരങ്ങളെ ത്രസിപ്പിക്കുന്നു, മന്ത്രങ്ങളെ ഉരുവിടുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കുന്നു എന്നിങ്ങനെ കരുതിക്കൂട്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ധ്യാനമാവുകയില്ല. പല വ്യവഹാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനസ്സിനെ അവയിൽ നിന്നും നിവർത്തിച്ചു കൊണ്ടുവന്ന് സ്വസ്വരൂപത്തിൽ അടങ്ങിപ്പോകുന്നതിനുള്ള പശ്ചാത്തലമുണ്ടാക്കാൻ ഇതെല്ലാം സഹായിച്ചേക്കാം. എന്നാൽ ഈ ഉപാസനക്രമങ്ങളോ സാധനാ പരിപാടികളോ ആണ് ധ്യാനമെന്ന് കരുതിയാൽ പിന്നെയും അജ്ഞതയിൽ മുഴുകി കാലം പോകുകയേയുള്ളൂ. ഈ വസ്തുത ശങ്കര ഭഗവത്പാദർ ബൃഹദാരണ്യകോപനിഷത്തിലെ 1-ാം ഖണ്ഡം 4-ാം അനുവാകം 7-ാം മന്ത്രത്തിന് എഴുതിയിരിക്കുന്ന ഭാഷ്യത്തിൽ
വ്യക്തമാക്കിയിട്ടുണ്ട്.